സത്യശീലന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതിന് അനുകൂലമാണ് നമ്മൾ മെമ്പർമാരെന്ന് അവരെല്ലാം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. സത്യശീലനെതിരെ ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ? ഉടൻ തന്നെ അയാളെ ഇവിടുത്തെ സ്ഥലം മാറ്റണം. ഇപ്പൊ തന്നെ നമ്മുടെ ചാത്തിയാത്ത റോഡിന്റെ ഭിത്തി കെട്ടലുണ്ടല്ലോ, ഞാൻ ആ വർക്ക് എടുത്ത് അത് ചെയ്തോണ്ടിരിക്കുന്നിടത്ത് അയാൾ വന്ന് എന്നിട്ട് പറഞ്ഞ അയാളുടെ വീട്ടിലൊരു പട്ടിക്കൂട് കെട്ടി കൊടുക്കാൻ. ആ വർക്കിന്റെ മെറ്റിലും മണലും ഒക്കെ എടുത്ത് ഞാൻ പട്ടിക്കൂട് കെട്ടി കൊടുത്ത് ആ വർക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഒരു ബാത്റൂം കൂടി ആയിക്കോട്ടെ അയാളുടെ വീട്ടിൽ. അയാൾ എന്നോട് വീട് പണിഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഓ ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല. അത് നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ഓഫീസിൽ പിയൂണ് മുതൽ ക്ലർക്ക് വരെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ആദ്യം 100 രൂപ തോതിലാണ് കൊടുക്കല്. ഇനിയിപ്പോൾ ഇത് 20% അതിന്റെ പേരിൽ ഇവർക്ക് 250 500 കൊടുക്കേണ്ടി വരും. നമ്മൾ എന്റെ സെക്രട്ടറി നമ്മൾ മാസാമാസം MLA-ക്കും പാർട്ടിക്കാർക്കും ചോദിക്കണ കൊടുക്കണില്ലേ? ഈ ആളുകൾ മുഴുവൻ കോൺട്രാക്ടർമാരുടെ നെഞ്ചത്തോട്ട് കയറല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇയാളെ മാറ്റിക്കൂടാ? ഞാൻ പറയാം. മൊയ്തുവിന്റെ അളിയൻ നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ PA. അന്ന് നമ്മള് കല്യാണത്തിന് നമ്മളെല്ലാം ഓഡിറ്റോറിയം സ്പോൺസർ ചെയ്ത അപ്പൊ മൂപ്പരെ ഒന്ന് വിളിച്ചിട്ട് ഇത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കാൻ പറ്റുമോ? അളിയെ ഞാൻ വിളിച്ച സംഭവം അന്നാ വിളിച്ച് ഫോൺ എടുത്തില്ല. എടുക്കൂല. എന്നാ ഇതിന്ന് വിളിക്ക്. നമ്പർ അറിയാം. നമ്പർ ഒന്ന് പറഞ്ഞേ. അത് പറഞ്ഞു. നമ്പർ അറിയാം. നമ്പറിക്ക് അറിയാം. നമ്മള് മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് പറയാം. ഞാൻ പറഞ്ഞ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്? ഞാനേ നമ്മളെ കോൺട്രാക്ടർമാരൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വിളിക്കണേ. ഇവരെല്ലാവരും കൂടി എന്നോടൊന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതായത് ഞാനൊരു സത്യശീലിനെ പറ്റി പറഞ്ഞു, ഒരു എഞ്ചിനീയറെ പറ്റി പറഞ്ഞില്ലേ, ഒരു അലമ്പ് ചെങ്ങായി. ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ആ വിഷയം തന്നെ. ഓനെ പറ്റി ഭയങ്കര പരാതി. എല്ലാ കോൺട്രാക്ടർമാർക്കും ഇവനെ പറ്റി പരാതിയുള്ളൂ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലം മാറ്റാനുള്ള ഒരു വകുപ്പ് വേണം. അല്ല, ഓന് ഈ പൈസ എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. പൈസ അടയും വേണ്ടി വരും അല്ലേ? അപ്പൊ അല്ല പൈസയെ അളിയാ, പൈസ എത്ര വേണമെങ്കിലും ഇറക്കാം. ഓനെ സ്ഥലം മാറ്റേണ്ട വിഷയത്തിൽ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ ഇറക്കും. പിന്നെ നമുക്ക് പറ്റിയൊരാളെ വേണം ഇവിടെ പകരം പോസ്റ്റ് ചെയ്യേ. പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ഇന്നെ കടിച്ച് കീറിയേ. ഞാൻ ഇത്രയും വലിയ ബന്ധത്തിലാണ് ഇറങ്ങിയിട്ടാണ്. ശരി എന്നാ ഞാൻ വിളിക്കാം. ഞാൻ രാത്രി വേണമെങ്കിലും വിളിക്കാം. ഓരോക്കെ സുഖമായിട്ടിരിക്കുന്നു. ആയിക്കോട്ടെ. എന്നാലും നമ്മൾ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണം. അല്ല, ഇതേ അളിയനും മന്ത്രി ഭയങ്കര ക്ലോസാ. നമ്മൾ അളിയനെ നമുക്ക് വിശ്വാസാ. അതിപ്പോ ഈ സത്യശീലനെ മാറ്റിയിട്ട് ഒരു പുതിയ എഞ്ചിനീയർ അടുത്ത ദിവസം തന്നെ ഇവിടെ ചാർജ് എടുക്കുന്നു. സെക്രട്ടറി നിൽക്കാൻ നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് തരിക. ഞാൻ എവിടെ വെച്ചത്? മേഡത്തിന് തന്നോ? പുതിയ എഞ്ചിനീയർ സാറ് ചാർജ് എടുക്കണമെന്ന് അറിഞ്ഞോളാം. ശ്യാമള മാഡത്തിന് ഇത്ര ശുഷ്കാന്തി. ഫയലൊക്കെ തേടി പിടിക്കുകയാണ് അല്ലേ? അല്ല സാറേ, പുതിയ ആളാരാന്ന് വല്ല ഐഡിയ ഉണ്ടോ? പറഞ്ഞു കൊടുക്കണോ? ഇദ്ദേഹത്തിന്റെ ആളിന്റെ സ്വന്തം ആളാ. ആണോ? അപ്പൊ കുഴപ്പമില്ലേ? തങ്കപ്പെട്ട മനുഷ്യനാ. പുതിയതായിട്ട് ചാർജ് എടുത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഇവിടെ സത്യശീലൻ സാറിന് പകരമായിട്ട് വന്നാണ്. ശ്യാമള അല്ലേ? അല്ല, ശ്യാമള. അപ്പൊ മണ്ടോതിരി ശ്യാമള ഉണ്ണി, ഉണ്ണി അല്ലേ? അതെ. നിങ്ങള് ഏത് സെക്ഷൻ? ഞങ്ങൾ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറി. അല്ല, പ്രസിഡന്റും സെക്രട്ടറിയാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നമ്മളിവിടെയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മളെ. അല്ല, എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അല്ല, സാറ് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വന്നതുകൊണ്ട് ഞങ്ങളൊന്ന് പരിചയപ്പെട്ട് മുഖം കാണിക്കാന്ന് കരുതി. എന്റെ പേര് കോയാന്നാണ്. മുഖം കണ്ടില്ലേ? വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വന്നാ പോരെ. ഇതൊരു ഓഫീസല്ലേ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമല്ല. അത് വെറുതെ ആളുകൾ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇനി അങ്ങനത്തെ വല്ല ചിട്ടകൾ ഉണ്ടെങ്കിൽ അത് ഇനി വേണ്ട കേട്ടോ. അത് നമുക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. അപ്പൊ ഞാൻ ക്യാബിനിലുണ്ട്. തന്റെ അളിയൻ പറഞ്ഞത് എന്താ പറഞ്ഞു? ഇപ്പൊ ഇയാൾ എന്തായി കാണിക്കണേ? ചെറിയപ്പോ ഇങ്ങനത്തെ ഒരു സാധനം വരിക പമ്പ് ശരി, വീടായപ്പോ ആശാരി പുറത്ത് തരണ മാതിരി ആയില്ല.